ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മൾ കസിൻസായിട്ട് ബീച്ചിലേക്ക് വന്നായിരുന്നു. യൂഷ്വലി നമ്മൾ കോഴിക്കോടിലേക്ക് അതേപോലെ തന്നെ ചുങ്കം ബീച്ചിലേക്കൊക്കെയാണ് പോയത്. നമ്മളിന്ന് ചൂസ് ചെയ്തത് എലത്തൂർ ബീച്ചാണ്. അടിപൊളി സ്ഥലമാണ്. ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്ന നല്ല മൈൻഡ്ഫുള്ളായിട്ടുള്ള നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു വൈബുള്ളൊരു സ്ഥലമാണ് എലത്തൂർ ബീച്ച്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ. ബട്ട് നമ്മൾ വന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സേഫാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ടും വെള്ളത്തിലൊക്കെ കളിച്ച് രസിക്കാൻ പറ്റുന്നൊരു സ്പോട്ടും കൂടിയാണ്. കുട്ടികൾക്ക് എന്നല്ല, നമ്മളെ വലിയ ആൾക്കാർക്കും നമുക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മളിവിടേക്ക് എത്തിയ ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ടൈമാണ്. അപ്പോൾ വൈകുന്നേരം ടൈമിൽ സൂര്യൻ്റെ എന്താ പറയുക അസ്തമയവും എല്ലാം നല്ല രസമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം കുറച്ച് ദിവസം മുന്നേ ഒരു റീലും കണ്ടിരുന്നു, എലത്തൂർ ബീച്ചിൽ പോയാൽ കടിക്ക ഇരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. ബട്ട് നമ്മൾ പോയപ്പോൾ നമുക്കും കിട്ടി, ബട്ട് അതൊക്കെ ചീഞ്ഞതായിരുന്നു, നമുക്കൊന്നും നല്ല കിട്ടിയില്ല. പിന്നെ നമ്മളവിടെ കളിച്ച് ചിരിച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഭയങ്കര വൈബായിരുന്നു. നമുക്ക് ഒറ്റയ്ക്ക് പോയിരുന്നാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലം വേറെ എവിടെയും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കപ്പിൾസിനൊക്കെ പറയാമല്ലോ, അടിപൊളി സ്പോട്ടാണ്. വെക്കേഷൻ അതിനെ കൊണ്ട് തന്നെ കസിൻസൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ എന്ന് വെച്ചാൽ ഈ റൈഡിങ് ഉണ്ട്, അതായത് ജീപ്പൊക്കെ വെച്ചിട്ടുള്ള റൈഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുപോയ നമ്മളെ സ്നാക്സ് എടുത്ത് കഴിച്ചു. അത് വെച്ചതേ ഓർമ്മയുള്ളൂ, എവിടെയൊക്കെ എങ്ങനെ പോയി എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകാൻ നേരത്ത് അവിടെ ഒരു ചെറിയ പീടികയിൽ കയറിയിട്ട് ഉപ്പിലിട്ടതും അതേപോലെ തന്നെ മുട്ടായികളും അതേപോലെ ലൈസും അതേമാതിരി തന്നെ നമ്മൾ പൊതുവേ ബീച്ചിൽ മാത്രം കണ്ടുവരുന്ന ഐസ് വെറുതെയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും.